തൈലം പൂശില്ലേ? അപ്പം യൂദാസ് അതിനെതിരെ, ആ ബethനിയായിലെ മറിയത്തിനെതിരെ യൂദാസ് പിറുപിറുത്തില്ലേ? അപ്പം കർത്താവ് അവളോട് പറഞ്ഞ നന്ദി എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ ഓർത്തിരിക്കും എന്നല്ലേ പറഞ്ഞത്. അതിന് അവിടെ ജനക്കൂട്ടം ഉണ്ടായിരുന്ന കൊണ്ടാണ് പറഞ്ഞത്, ലോകത്തിലിവിടെ എല്ലാം സുവിശേഷം പ്രഘോഷിച്ചാലും ഇവൾ ചെയ്ത കാര്യം ഓർത്തിരിക്കും. ആ ശരിക്കും പറഞ്ഞാൽ അതെന്താണ് പറയാതെ പറഞ്ഞത്? നിന്നെ ഞാൻ ഓർത്തിരിക്കും. അതാണ് ഈശോ. അതുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നതാണ് ഈ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം. ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോയിൽ ജീവിക്കും. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരങ്ങയെ ആഴത്തിൽ അറിയാനിടയാക്കണം. അവരുടെ ഓരോ തകർച്ചകളിലും അവരെ നീ സന്ധിച്ചിട്ടുണ്ടെന്നും അവരെ അറിയാത്ത പല കാര്യങ്ങൾക്ക് അവരെ നീ സംരക്ഷിച്ചിട്ടുണ്ടെന്നും അവരെ നീ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മരണം നടന്ന വീടുകളെ സംബന്ധിച്ച് ഉറ്റവർ മരിച്ചുപോയവരുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്ന ജീവിത പങ്കാളികളുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് സമർപ്പിക്കുകയും കർത്താവിൻ്റെ കൈകളിലേക്ക് അമ്മയുടെ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത ഞാൻ ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. വീട് പൊളിഞ്ഞു കിടക്കുന്നവരും വീടില്ലാത്തവരും, ഉള്ള വീട്ടിൽ സമാധാനം ജീവിക്കാൻ പറ്റാത്തവരും, ഓരോരോ കല്യാണം വിവാഹവും ഒക്കെ നടന്നതിൻ്റെ പേര് ജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം തന്നെ നകർന്നു പോയവരുണ്ട്. വളരെ സമാധാനം ജീവിച്ച്, പക്ഷേ ഒരാൾ കല്യാണം കഴിച്ചപ്പോൾ അകപ്പെടെ അലൈൻമെൻ്റ് എല്ലാം തകർന്നു പോയി. അങ്ങനെ കല്യാണം കൊണ്ട് തകർന്ന മക്കളുണ്ട്. ഈശോയെ, അത് കല്യാണം കഴിക്കാതിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോണവരുണ്ട്. എങ്കിലും കർത്താവേ, അവർ ദൈവത്തോടുള്ള വാഗ്ദാനം, ദൈവത്തിൻ്റെ മനസ്സിൽ അനുസരിച്ചുകൊണ്ട് അവർ ഒരു ദൈവവിളി പോലെ വിവാഹം കഴിച്ചു. അവർക്ക് എന്തെങ്കിലും പാഴ്ചകൾ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ, തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ അത് ഏറ്റെടുക്കണം. ഞാൻ നിൻ്റെ തിരുസന്നിധി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് സ്വന്തമായിട്ട് അവർ ഉറ്റവർ വിടവർ എത്ര വലിയ ആൾക്കാരാണെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് മനുഷ്യൻ പോകും, മറന്നു പോകും, മയങ്ങിപ്പോകും. പക്ഷേ ഇസ്രായേലിൻ്റെ രക്ഷകൻ സങ്കീർത്തനം 121:4 പറയുന്നു, ഇസ്രായേലിൻ്റെ രക്ഷകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഉറങ്ങാത്ത നല്ലയിടയനായ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ തകർന്നു പോയ മക്കളെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയെന്ന് എഴുതിയിട്ടുണ്ട്. 6:34 മാർക്കോസിൻ്റെ സുവിശേഷത്തെ. കർത്താവെ, അനുകമ്പ അങ്ങയുടെ മക്കളോട് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടുകയും ഈ അനുഗ്രഹത്തിൻ്റെ സന്തോഷം നീ ഇന്ന് അനുഭവിക്കാൻ നീ ഉറങ്ങുന്നത് വരെ ഇന്ന് ഇറങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നത്തെ സുവിശേഷം വായിക്കുന്നത് മാർക്കോസ് 6:34.